നമസ്കാരം. മലയാളികളുടെ പവർ എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലായപ്പോൾ വി ഡി സതീശൻ ഇന്ന് അർജുൻ്റെ വിഷയത്തിൽ ചെറുതായിട്ടൊന്ന് അല്ല നല്ല മനോഹരമായിട്ട് ഒന്ന് നിറം മാറി നിലപാട് തിരുത്തിയിട്ടുമുണ്ട്. ഇന്നലെ വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിന് സ്തുതി പാടി കർണാടക സർക്കാരിനെ ന്യായീകരിച്ച് വെളുപ്പിക്കുന്ന ജോലിയാണ് വി ഡി സതീശൻ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ സതീശന് ഒന്നും ഓർമ്മയില്ല. ഞാൻ അങ്ങനെ കർണാടക സർക്കാരിനെ ന്യായീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് സതീശൻ എന്ന് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പറയുന്നത് കേട്ടത്. എങ്ങനെ പറയാതിരിക്കും? അതായത് ഈ സംസ്ഥാനത്തിലെ ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ സർക്കാരിനൊപ്പം നിന്ന് ഞങ്ങളുടെ അർജുനെ തിരികെ തരുമെന്ന് കർണാടക സർക്കാരിനോട് ഉച്ചത്തിൽ ഉറക്കെ ശബ്ദത്തിൽ പറയുമ്പോൾ ആകെ കേട്ട ഒരു ഭിന്നസ്വരം അത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രമായിരുന്നു. അങ്ങനെ ഭിന്നസ്വരം ഉയർത്തിയ ഈ സംസ്ഥാനത്തിന് വിരുദ്ധമായി അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിന് ഗുണമല്ലാത്ത രീതിയിൽ ശബ്ദമുയർത്തിയ പ്രതിപക്ഷ നേതാവിനെ മലയാളികൾ സമൂഹ മാധ്യമങ്ങളിൽ വലിച്ചു കീറുമ്പോൾ വലിച്ചൊട്ടിക്കുമ്പോൾ ദുരന്തമുഖത്ത് ദുരന്തേശനാകരുത് എന്ന് അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തിരുത്തി പറഞ്ഞു പോകും. കാരണം അങ്ങനെ എത്ര കൊലകൊമ്പനായിട്ടുള്ള നേതാവിനെയും തിരുത്തിച്ച ചരിത്രം ഈ മലയാളികൾക്കുണ്ട്. ഞാൻ കർണാടക സർക്കാരിനൊന്നും ന്യായീകരിച്ചില്ല. ഇപ്പൊ സതീശൻ പറയാണ് ഞാൻ അങ്ങനെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനെ ന്യായീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സതീശൻ മറന്നുപോയതായിരിക്കും, അല്ലെങ്കിൽ സതീശൻ ഈയിടെയായിട്ട് ഇത്തിരി മറവി കൂടുതലാണ്. എന്തായാലും സതീശൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ന്യായീകരിച്ച് വെളുപ്പിക്കുന്നതിന്റെ ചില വിഷ്വൽസ് ഞാനൊന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾ ഇത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് ആ ദൗത്യം. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഞങ്ങൾ അവിടെ എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിയുമോ എന്നുള്ള ഭയവുമാണ്. അപ്പോൾ അധികം എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് അവർ നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. അതായത് ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, അവർ കണ്ണു നട്ടാനിരിക്കുന്നത്. കനത്ത മഴയുണ്ടായിരുന്നു, ഇടയ്ക്ക് മഴ വിട്ട് നിൽക്കുമ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് മഴ വരുമ്പോൾ വീണ്ടും ഭയമാണ്. അവിടെ വലിയ കല്ലുകളൊക്കെയാണ് ലാൻഡ് സ്ലൈഡിൽ ഈ സ്ഥലത്ത് കിടക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്നുള്ളൊരു ഭയം കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ കാര്യമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഞാൻ കർണാടക സർക്കാരിനൊന്നും ന്യായീകരിച്ചില്ല. സതീശ, പ്രായമൊക്കെ കയറി വരികയാണല്ലോ, അതുകൊണ്ട് മറവി കൂടും. വലിയ ചന്ദ്രനാദി നല്ലതാണ്, ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വി ഡി സതീശൻ നടത്തിയ പ്രതികരണമാണ് കേട്ടത്. ആ 2 ദിവസങ്ങളായി അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് കണ്ടത്. അതായത് ഞങ്ങളുടെ അർജുനെ തിരികെ തരണം, അലംഭാവം സംഭവിച്ചു കർണാടക സർക്കാരിന് എന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി അർജുനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ബാധ്യതയുള്ള പ്രതിപക്ഷ നേതാവ് എന്താണ് കാണിച്ചത്? അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർണാടക സർക്കാരിൻ്റെ സിദ്ധരാമയ്യയ്ക്കും DKയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അവരുടെയൊക്കെ ഒരു തനി പതിപ്പാണ് വി ഡി സതീശൻ എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ചേ അടങ്ങൂ എന്ന പിടിവാശി, എന്തായാലും ആ പിടിവാശിക്ക് നല്ലൊരു തക്കതായ മറുപടി മലയാളി കൊടുത്തിട്ടുണ്ട്. ആ അടി നന്നായി തന്നെ കൊണ്ടിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അർജുന് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു രാഷ്ട്രീയം പറയാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ സമയം വരെ ഇറങ്ങിയിട്ടില്ല എന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടു പഠിക്കേണ്ട ഒരു മാതൃകയാണ്. അതിപ്പോൾ ഈ വിഷയമെന്നല്ല, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ അവസാനമായിട്ട് ആമേണിഞ്ചാൻ തോട്ടിൽ നമ്മുടെ ജോയിയെ കാണാതായി, അദ്ദേഹത്തിൻ്റെ പിന്നീട് മൃതദേഹം കിട്ടുന്ന സാഹചര്യമുണ്ടായി. ആ സമയങ്ങളിലൊക്കെ ആ തിരച്ചിലിനിടയിലൊക്കെ വി ഡി സതീശൻ വലിയ ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയമൊക്കെ കളിക്കുന്ന സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പോലും ഇതൊന്ന് കഴിയട്ടെ എന്നാണ് സർക്കാർ പറഞ്ഞത്. എന്തായാലും ഷിരൂരിലെ മണ്ണിനടിയിൽപ്പെട്ട നമ്മുടെ അർജുനെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ ശേഷം ഈ സർക്കാർ ഒന്നൊന്നര ഡയലോഗ് പറയും. ഈ വിഷയത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ച വി ഡി സതീശന്മാർക്കുള്ളൊരു ഒന്നൊന്നര മറുപടി ആയിരിക്കും. ഒരു വിഷയത്തിലും സർക്കാരിനെതിരെ, ഈ സംസ്ഥാനത്തിനെതിരെ, മലയാളിക്കെതിരെ വട്ടം നിന്നിട്ടുള്ള ഒരുത്തനെയും
വിട്ട ചരിത്രം ഈ സർക്കാരിനില്ല. അവരോട് മറുപടി പറയാതെ പോയ ചരിത്രം ഈ സർക്കാരിനില്ല. അത് നമ്മൾ ആമഴിഞ്ചാൻ തോട്ടിൽ ഇത്തരത്തിൽ പ്രതിപക്ഷം നടത്തിയ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് MP രാജേഷും ആര്യ രാജേന്ദ്രനും ഒക്കെ തക്കതായ മറുപടി പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിലും മറുപടി തരും. ആദ്യം ഞങ്ങളുടെ പയ്യനെ ഒന്ന് രക്ഷിച്ചെടുത്തോട്ടെ സതീശ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിൻ്റെ തനി നിറം നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. 30 അടിയുള്ളൊരു ട്രക്ക് മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയിട്ട് അതിനകത്ത് ഒരു മനുഷ്യജീവനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തുന്നില്ലെങ്കിൽ കർണാടക സർക്കാരെ നിങ്ങളെ നമിച്ചു എന്നല്ലാതെ എന്തു പറയാൻ. ഇപ്പോഴും എന്താണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ? അതായത് അവിടെ മലയാള മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. അർജുന് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയരുകയാണ്. അവിടെ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. മറ്റുള്ള ജീവനുകൾക്ക് ഇവർ വില കൽപ്പിക്കുന്നതേയില്ല. ഈ അർജുൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ ചോദിച്ചത് അതൊരു വെറും ഒരു ഡ്രൈവറല്ലേ എന്നാണ് ചോദിച്ചത്. അതായത് മനുഷ്യനെ പോലും എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കാണുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റും ഒന്നും ഈ സമയം വരെ അവിടം വരെ പോകാൻ പറ്റിയിട്ടില്ല എന്നത് മാത്രമല്ല, എപ്പോഴാണ് ആ ദുരന്ത ഭൂമിയിലേക്ക് കോൺഗ്രസിൻ്റെ MP-മാർ അങ്ങോട്ട് പോകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു പാഠമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവിനോട് സ്ഥിരം പറയാറുള്ള ഒരു കാര്യം ആവർത്തിക്കുകയാണ്: തിരുത്തലുകൾ നിങ്ങൾ നടത്തിയേ മതിയാകൂ. ദുരന്ത മുഖത്തെ വിറ്റ് രാഷ്ട്രീയം കളിച്ചല്ല അധികാര കസേരകളിലേക്ക് എത്തേണ്ടതെന്ന് സതീശനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കർണാടകയല്ല, ഇത് കേരളമാണ്. ഇവിടെ മലയാളികൾക്ക് നന്നായി അറിയാം ഏതാണ് നെല്ല് ഏതാണ് പതിരെന്ന്. അതുകൊണ്ട് കർണാടകയിൽ കോൺഗ്രസ് കളിക്കുന്ന കളി, കർണാടകയിൽ കോൺഗ്രസ് കളിക്കുന്ന ഇമാതിരി തെമ്മാടിത്തരം നമ്മുടെ കേരളത്തിൽ വന്ന് കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ പാഠം പഠിപ്പിക്കും. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നല്ല, ഒരു കാലത്തും നിങ്ങൾ അധികാര കസേരയിൽ മലയാളികൾ കയറ്റി ഇരുത്തില്ല. ഇത്തരത്തിലാണ് നിങ്ങളുടെ ചെയ്തികളെങ്കിൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.